അപ്പം ഞങ്ങളങ്ങനെ ദേവികുളം പോയി തിരിച്ചു വന്ന് ക്രഷറെല്ലാം കണ്ടുപിടിച്ചു. അതിന് അവർക്ക് ഫോട്ടോ ഇട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇത് തന്നെയാണ് ക്രഷർ എന്ന് പറഞ്ഞു. അതാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളങ്ങനെ ഇത് ക്രഷറിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത്രയൊന്നും പൈസ ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇതൊക്കെ വെച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുറച്ച് ഒക്കെ പൈസയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പണി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർ പൈസയൊക്കെ ഇട്ട് വന്ന് ഞങ്ങളങ്ങനെ പെയിൻ്റ് അടിക്കാനൊക്കെ തുടങ്ങി. എല്ലാം ചിരണ്ടിപ്പെറുക്കി ഒരുപാട് പണി ചെയ്തിട്ടോ. മൊത്തം തുരുമ്പെടുത്ത് നാശമായിട്ടിരിക്കുക. അപ്പോൾ ഈ പെയിൻറ്റ് പുട്ടി ഇട്ടിട്ടുണ്ട്. പുട്ടിയും ഇതെല്ലാം മൊത്തം പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഞങ്ങളതെല്ലാം ചിരണ്ടി വൃത്തിയാക്കി. 2 ദിവസത്തെ പണിയാട്ടോ. 3 പേര് ഇതുണ്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ക്രഷറിൻ്റെ അവസ്ഥ. അപ്പോൾ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ തുരുമ്പെടുത്തിട്ട് മഴ നനഞ്ഞിട്ട് ഇത് കണ്ടോ. ഞങ്ങൾ ചിരണ്ടി നോക്കിയതാണ്. അപ്പോൾ ചിരണ്ടി നോക്കി അവരെ കാണിച്ചു കൊടുത്തു. മൊത്തം കുഴി പോലെ ഇങ്ങനെ തുരുമ്പെടുത്തിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ പണിയൊക്കെ തുടങ്ങി. അതെല്ലാം മൊത്തം ചിരണ്ടി റെഡിയാക്കി വൃത്തിയാക്കി. 2 ദിവസത്തെ പണിയാട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങളതെല്ലാം വൃത്തിയാക്കി ചെയ്ത് പിന്നെ കുറച്ച് ഞങ്ങൾ പെയിൻറ്റ് സാമ്പിൾ അടിച്ച് നോക്കി. അത് കഴിഞ്ഞപ്പം അത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ഇതിന് ഉള്ളുവശമെല്ലാം മൊത്തം ഇങ്ങനെ തുരുമ്പെടുത്തിരിക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഇത്. മൊത്തം ഈ പാറപ്പൊടി കയറി ഇതിനകത്ത് ടൈറ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ മഞ്ഞ്, നമ്മുടെ ഇവിടെ മൊത്തം മഞ്ഞാണല്ലോ, ആ മഞ്ഞും ഇതെല്ലാം കൂടെ അങ്ങനെ കുറേ ഭാഗമൊക്കെ ചിരണ്ടി വൃത്തിയാക്കി ഞങ്ങൾ ചെറിയൊരു രീതിക്ക് സാമ്പിള് പെയിൻറ്റ് അടിച്ച് നോക്കിയിട്ടോ. അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചെറിയ ചെറിയ കുഴികൾ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇതാണ് പെയിൻറ്റ് അടിച്ച് നോക്കിയത്. അപ്പോൾ ക്ലിയർ ആകുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇച്ചിരി പുട്ടി മേടിക്കാൻ പറഞ്ഞ് പുട്ടി 1/2 കിലോ മേടിച്ച് പുട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി അടിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, അതുപോലെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ ഇതിൻ്റെ അടിഭാഗം മൊത്തം ഇളകിയിരിക്കുക. പഴയ നേരത്തെ പ്രൈമർ അടിച്ചതാണ്. അപ്പോൾ അടിഭാഗമൊക്കെ ഞങ്ങൾ ചിരണ്ടി റെഡിയാക്കി അങ്ങനെ ഇട്ട് പുട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയൊക്കെ റെഡിയായിട്ട്. അതൊക്കെ പുട്ടി ഇടാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ കുറേ ചിരണ്ടിയിട്ട് അവിടെയൊക്കെ പുട്ടിയിട്ട് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധം നല്ല ഫിനിഷിങ് ആയി. അപ്പോൾ ഇനി അടിവശത്താട്ടോ. അടിവശം എല്ലാം ചിരണ്ടി അത് നേരത്തെ പ്രൈമർ അടിച്ച ഒരിതായതുകൊണ്ട് വലിയ കാര്യമായിട്ട് തുരുമ്പുള്ളവിടെ മാത്രം ഞങ്ങൾ ചിരണ്ടിയിട്ട് അവിടെ പുട്ടിയിട്ടതിന് ശേഷം ആണ് ഞങ്ങൾ പെയിൻറ്റ് അടിച്ചത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരുവിധം ഫിനിഷിംഗ് ഒക്കെ ആയി വന്ന് എല്ലാം റെഡിയായി. അപ്പം അങ്ങനെ ഒരുവിധം എല്ലാം ചിരണ്ടി കഴിഞ്ഞ് ഞങ്ങൾ ഒരു കോട്ട് അടിച്ചു. ഇനി 2ാമത്തെ കോട്ട് അടിക്കണം. അപ്പോൾ ഈ ഓറഞ്ച് കളറ് ലൈനിങ് ആട്ടോ കൊടുക്കുന്നത് ആ സെൻറ്ററിലായിട്ട്. അത് അവർ വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഓറഞ്ച് ലൈനൊക്കെ കൊടുത്തു എല്ലാം റെഡിയാക്കി.
അപ്പോൾ പകുതി അടിച്ചു. ഇത് പിറ്റേ ദിവസത്തെ പണിയാട്ടോ ഇത്. ഒരു ദിവസം ഞങ്ങൾ ഫുള്ളായിട്ട് നിന്ന് ചിരണ്ടിയെല്ലാം തീർത്ത് പിറ്റേ ദിവസം വന്ന് അടിക്കുന്നതാട്ടോ അത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ മഴ പോലെയൊക്കെ തോന്നി. ഞങ്ങളാണ്ട് അവിടെ കിടന്ന ഒരു പഴയ ഷീറ്റൊക്കെ എടുത്ത് വെച്ച് മൂടി റെഡിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇതാണ് ക്രഷർ. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചുമ്മാ ഒരു സബ്സ്ക്രൈബും കൂടെ അടിച്ചങ്ങ് വിട്ടേരെ. പിന്നെ കൂടെ ആ ബെല്ലൈക്കണും ഒറ്റ ഞെക്കങ്ങ് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഇപ്പോൾ 40 വീഡിയോയോളം 40 വീഡിയോയ്ക്ക് മേളിലിട്ടു. 50 പേരെ ആയിട്ടുള്ളൂ. എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ ഇനിയും സബ്സ്ക്രൈബ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അപ്പം അങ്ങനെ മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി പിന്നെ ഉള്ളിൽ പ്രൈമർ അടിക്കാനുണ്ട് കേട്ടോ. ഉള്ളിൽ പ്രൈമർ അടിക്കാനെന്ന് പറഞ്ഞാൽ മുകളിൽ വശം അത് തുരുമ്പുള്ളത് കൊണ്ട് ഇത് ഇച്ചിരി ഉണങ്ങാതെ തന്നെ ഉള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ടും അത് റെഡിയാക്കി. അപ്പോൾ അതെല്ലാം പ്രൈമറൊക്കെ അടിച്ച് റെഡിയാക്കണം മൊത്തം. അതും ഇതുപോലെ തന്നെ ചിരണ്ടി മടുത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്തു കഴിഞ്ഞു.